ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ നാടൻ പലഹാരമായ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഈ അരി ഞാൻ 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാനുള്ള ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവ്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടി 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളം മധുരം വേണം അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ചോറ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ല സോഫ്റ്റായിട്ട് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും ചോറും ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മാവ് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയെല്ലാം ഞാൻ ഒന്ന് നെയ്ക്കകത്ത് വറുത്ത് കോരിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർത്ത് നമുക്ക് നല്ല ഒന്ന് ഇളക്കി ഇച്ചിരി നേരം വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വെച്ചിട്ട് നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി, ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് തടവിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. ഒരുപാട് നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേവുന്ന സമയത്ത് ഇത് പൊങ്ങി പ്ലേറ്റ് കവിഞ്ഞു പോകും. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ മേളിലും കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇതിനെ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആവിയിൽ വേവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ട് കാണാം. ഇവിടെ നല്ല പഞ്ഞി പോലത്തെ കിണ്ണത്തപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ ആരും മറക്കരുത്. ഓക്കെ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം.